ഹലോ ഗായ്സ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ അധികം സമയം കളയുന്നില്ല. നമ്മളിപ്പോൾ ഇരിക്കുന്നത് വണ്ടി ഗ്ലാൻസയുടെ ജി വേരിയൻ്റ് ആണ്. ഗ്ലാൻസ 4 വേരിയൻ്റ് ഉണ്ട്. എസ്, ഇ, എസ്, ജി, വി. അതിൽ ജിയിലാണ് നമ്മളിരിക്കുന്നത്. വി ആണ് നമ്മുടെ ടോപ്പ് എൻഡ് വരുന്ന ഗ്ലാൻസയുടെ. ഇത് നമ്മുടെ തേർഡ് വേരിയൻ്റ് ആണ്. എങ്കിൽ പോലും ബി കാട്ടി കൂടുതൽ ആളുകൾ എടുക്കുന്നതും അതുപോലെ തന്നെ അത്യാവശ്യം സെയിലുള്ള വണ്ടി എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ജി തന്നെ ആയിരിക്കും. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ട് വ്യത്യാസം മാത്രമേ ജിയും വിയും തമ്മിലുള്ളൂ. അതെന്തൊക്കെയാണെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ജി വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയുടെ സൈസ് ഇച്ചിരി കുറവാണ്. തേർഡ് വേരിയൻ്റ് ആയതുകൊണ്ട് ഡിസ്പ്ലേയുടെ സൈസ് ഇച്ചിരി കുറവാണ്. ബി ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയിൽ നമുക്ക് ഇത്രയും വലിയൊരു ഡിസ്പ്ലേ വരുന്നത് 9 ഇഞ്ച് സംതിങ് വരുന്നുണ്ട്. ഇത് നമുക്ക് 7 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുള്ളൂ. അതേസമയം തന്നെ നമുക്ക് ഇതിലേക്ക് വരാമെങ്കിൽ നമുക്ക് HUD ഡിസ്പ്ലേ അവൈലബിൾ അല്ല. ബിയിൽ HUD ഡിസ്പ്ലേ അവൈലബിൾ ആണ്. പിന്നെ 360 ക്യാമറ നമുക്കില്ല. റിവേഴ്സ് ഇട്ട് കാണിച്ചു തരാം. റിവേഴ്സ് ഇടുമ്പം നമുക്ക് റിവേഴ്സ് ക്യാമറ മാത്രമേ ഉള്ളൂ. 360 ക്യാമറ നമുക്ക് അവൈലബിൾ അല്ല. അപ്പം ഇങ്ങനെ പ്രധാനപ്പെട്ട ഈ ഒരു 3 കാര്യങ്ങളും പിന്നെ ടിൻറ്റഡ് ഗ്ലാസ്സിൽ ഒരു ടിൻറ്റ് ഫീലിംഗ് വരുന്നൊരു ഒരു ഗ്രീനിഷ് കളർ വരുന്നൊരു ഒരു കൂളിൻ്റെ ഒരു കൂളിംഗ് രീതിയിലുള്ള സംഭവം നമുക്ക് വീൽ വരുന്നുണ്ട്. ഇതിനകത്തില്ല. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു 4 വ്യത്യാസം മാത്രമേ വണ്ടിക്കകത്തുള്ളൂ. ഒന്ന് ഡിസ്പ്ലേയുടെ വ്യത്യാസം, 360 ക്യാമറ, HUD ഡിസ്പ്ലേ, പിന്നെ ഗ്ലാസ്സിലെ ഈ ടിൻറ്റ് കളർ, ടിൻറ്റ് കളർ. അപ്പം ഈ ഒരു വ്യത്യാസമല്ലാതെ ഏറെക്കുറെ എല്ലാ വണ്ടിയും സെയിം ആണ്. നമുക്ക് പിന്നെ ക്രൂയിസ് കൺട്രോളും വരുന്നില്ല, ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ ക്രൂയിസ് കൺട്രോളും വരുന്നില്ല. ഇവിടെ ക്രൂയിസ് കൺട്രോളിന് ഒരു ഓപ്ഷൻ നമുക്ക് വീൽ വരുന്നുണ്ട്, ഈ ഒരു ബട്ടണായിട്ട്. അതും വരുന്നില്ല. പ്രധാനമായിട്ട് ഈ ഒരു 5 വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിക്കും വരുന്നുണ്ട്.